ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ്. നല്ല പുളിയും മധുരവും, ഭയങ്കര പുളിയൊന്നുമല്ല, അത്യാവശ്യം ചെറിയൊരു പുളിയും മധുരമൊക്കെയുള്ള നല്ലൊരു കേക്കാണ് ലൈം കേക്ക്. ഞാൻ ചെറുനാരങ്ങ വെച്ചാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല രുചിയുള്ളൊരു കേക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരു കേക്ക്. നമുക്ക് ചായയോടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. അപ്പോൾ എങ്ങനെ അത് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് മുട്ടയുടെ വെള്ളയാണ്, 4 മുട്ടയുടെ വെള്ള നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം 4 മുട്ടയുടെ വെള്ളയും 1/4 ടീസ്പൂൺ ഉപ്പും. ഇനി അത് രണ്ടും കൂടെ നല്ലപോലെ അടിച്ചെടുക്കണം. നല്ല പതഞ്ഞ് വരുന്ന പോലെ അടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ സോഫ്റ്റ് പീക്ക് ആവുന്നിടം വരെ നമുക്കത് അടിച്ചെടുക്കണം. ഞാനിപ്പം ഹാൻഡ് ബീറ്റർ വെച്ചൊന്നുമല്ല, ജസ്റ്റ് വിസ്ക് വെച്ചാണ് അടിച്ചെടുത്തേക്കുന്നത്. ഇതേപോലെ നല്ല രീതിയിൽ അടിച്ചെടുക്കണം. കുറച്ച് ടൈം എടുക്കും, ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. ഇതുപോലെ സോഫ്റ്റ് പീക്ക് ആവുന്നിടം വരെ നമുക്ക് അടിച്ചെടുക്കാം. ഈ വിസ്കിൽ നിന്ന് താഴെ വീഴാത്ത രീതിയിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കേക്കിൻ്റെ ബാറ്ററി ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം കൂടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്ററി ശരിയാക്കാം. ഇനി നമുക്ക് വേറെ വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്ന, ഒരു 1.5 കപ്പ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി, ഒരു 3/4 കപ്പ്. ഇനി ഈ പഞ്ചസാരയും വെജിറ്റബിൾ ഓയിലും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ നേരത്തെ എടുത്ത 4 മുട്ടയുടെ വെള്ളയില്ലേ, അതിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, ആ വെള്ളയുടെ മഞ്ഞ, ആ 4 മഞ്ഞ മുട്ടയുടെ മഞ്ഞ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഞാൻ 2 മഞ്ഞക്കരു ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം വീണ്ടും 2 മഞ്ഞക്കരും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കളറൊന്ന് മാറണം, ഒരു ക്രീം പോലത്തെ കളറ് വരുന്നതിന് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഏകദേശം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 2/3 കപ്പ് പാലൊഴിക്കണം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് പാലാവിൽ, തണുപ്പ് മാറിയ ശേഷം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാവുള്ളൂ. ഒരു 2/3 കപ്പ് പാലാണ് ഞാനിപ്പം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്, 4 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ലൈം കേക്ക് അല്ലേ, അപ്പം അത് നമ്മൾ എന്തായാലും ഒഴിച്ചു കൊടുക്കണം, മിസ് ചെയ്യരുത്. അപ്പം 4 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയായി. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദാമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദാമാവ്, പിന്നെ 3/4 കപ്പ് കോൺഫ്ലോർ ആണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 3/4 കപ്പ് കോൺഫ്ലോറും അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കണം. എൻ്റെ കയ്യിൽ ഈ ഒരു സീവെള്ളമുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്താണ് ഈ പൊടികളൊക്കെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഇടുന്നത്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്യണം. ഓവറായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ആ വെറ്റിൽ ഡ്രൈ ഒന്ന് നല്ലോണം മിക്സായി കിട്ടണം, അത്രേ ഉള്ളൂ. ഇതാണ്ടേ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരുന്ന മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കൊടുക്കൽ, കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് ചെറിയ രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം. വീണ്ടും അടുത്തത് നമുക്കിടാം. വീണ്ടും നമുക്കൊന്ന് ചെറുതായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം. ബാക്കിയിരിക്കുന്നതൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ചിട്ടായി ചേർത്ത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളെല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. മാവും മുട്ടയുടെ വെള്ളയും എല്ലാം നല്ലപോലെ വെറ്റും ഡ്രൈ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ആ ട്രേയിൽ ജസ്റ്റ് ഗീയോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മൈദയുടെ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പറും നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്ത് ട്രേയിലോട്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഒരു 10 പ്രാവശ്യമെങ്കിലും ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുന്ന വെച്ചാൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ടാപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ, ഞാൻ ഗ്യാസ് ഓവനിലാണല്ലോ വെക്കുന്നത്, ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓവനിലാണ് ഞാൻ വെച്ചത്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റായിട്ടൊക്കെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഇത് വെച്ച് കുത്തി നോക്കിയപ്പോൾ എന്താണ് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കെല്ലാം നല്ല അകമെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോഴത്തേനും നമുക്ക് ഷുഗർ ഗ്ലേസിങ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഷുഗർ ഗ്ലേസിങ് വേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/4 കപ്പ് നാരങ്ങയുടെ നീര്, 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് നാരങ്ങയുടെ നീര് വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയേക്കുന്നത്. ഇതാണ്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കൊക്കെ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ഗ്ലേസിങ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷുഗർ ഗ്ലേസിങ് സ്പ്രെഡ് ചെയ്താൽ മതി. ഇത് നല്ലൊരു പ്രത്യേക രുചി വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നാരങ്ങയുടെ തൊലിയില്ലേ, അത് ഇതേപോലൊന്ന് ചീകി ഞാൻ ഇടുന്നുണ്ട്. ഈ നാരങ്ങയുടെ സെസ്റ്റ് എന്നൊക്കെ പറയും. തൊലി ഇതേപോലൊന്ന് ചീകി ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടേക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് 2 നാരങ്ങ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്ട് നമ്മുടെ ലൈം കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനും. അതേപോലെ തന്നെ നല്ല രുചിയുള്ളൊരു കേക്കാണ്. ഈ നാരങ്ങയുടെ ഈ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ കേക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പം എന്തായാലും നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു കേക്ക്, ഇതുവരെ ട്രൈ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആഘോഷമൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ടേസ്റ്റും ചെയ്തൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ടാകും. നല്ല നല്ല കറക്റ്റിനകമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതാണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് വെക്കുവാണ്. കാരണം നല്ല ഭംഗിയിലകം എല്ലാം വന്നിട്ടുണ്ട്. നല്ല നമ്മൾ ഇതേപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക്. അതാണ്ട് നോക്ക്, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്ക്. അടിപൊളിയായിട്ട് ആ മുട്ടയുടെ വെള്ളയൊക്കെ നമ്മൾ അടിച്ച് അതിനടുത്ത് ഫോൾഡ് ചെയ്തതുകൊണ്ട് എത്ര സോഫ്റ്റായിട്ട് ഇട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നോക്ക്, അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നല്ല അത്യാവശ്യം ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ട്, നാരങ്ങയുടെ ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റുണ്ട്. നല്ല സോഫ്റ്റ് വന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ്ട് കണ്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ നമ്മുടെ ഇന്നത്തെ കേക്ക്?
അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. ഈ കേക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നാരങ്ങയുടെയൊക്കെ ആകുമ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം അങ്ങനെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്യാൻ വേണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.